എല്ലാവരും പഠിക്കാൻ റെഡിയല്ലേ? ഇന്ന് നമ്മൾ പഠിക്കുന്നത് പവർ പോയിൻറ്റിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ് കണ്ടു കഴിയാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഓരോ ക്ലാസ്സും നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ ശ്രമിക്കുക. കാരണം അത് ബാക്കിയുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്. ഈ ടെലിഗ്രാം ചാനലിനകത്ത് ഡെയിലി നിങ്ങൾക്ക് ടോപ്പിക്സ് കിട്ടും, സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും. ഈ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നോക്കി അതിനകത്ത് ജോയിൻ ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. ആദ്യമായി പഠിക്കേണ്ട ടോപ്പിക്ക് നമ്മുടെ ഗ്രൂപ്പ്സ് ആണ്. ഇൻസേർട്ട് ടാബിനകത്തെ ആദ്യത്തെ ഗ്രൂപ്പ് ടേബിളാണ്. അത് കഴിഞ്ഞ് വരുന്നത് ഇലസ്ട്രേഷൻസ്, പിന്നീട് വരുന്ന ലിങ്ക്, ദെൻ ടെക്സ്റ്റ്, ദെൻ മീഡിയ ക്ലിപ്സ്. ഇത് തന്നെയല്ലേ നമ്മൾ വേർഡിനകത്തും പഠിച്ചത്? സെയിം തന്നെ ഇതിനകത്തും പഠിക്കാനുള്ളത്. ആദ്യത്തെ ഗ്രൂപ്പ് ടേബിളാണ്. ടേബിളിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴേക്ക് നമുക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ ആയിട്ട് ഇൻസേർട്ട് ടേബിളിൻ്റെ ഒരു ഓപ്ഷൻ കിട്ടും. ഇതിനകത്ത് കോളംസ് കാണുന്നില്ലേ? ഈ കോളംസ് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എത്ര കോളംസ് വേണം, എത്ര റോസ് വേണം എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ തൊട്ട് താഴെ ഇൻസേർട്ട് ടേബിൾ കാണുന്നില്ലേ? ഈ ഇൻസേർട്ട് ടേബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ബോക്സ്. ഈ ഡയലോഗ് ബോക്സിനകത്ത് ഇൻസേർട്ട് ടേബിൾ എന്നാണ് അതിൻ്റെ ഹെഡിങ്. ഇതിൽ നമ്പർ ഓഫ് കോളംസ് 5, നമ്പർ ഓഫ് റോസ് 2 എന്ന് കാണുന്നില്ലേ? ഇതാണ് ഡിഫോൾട്ട് നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. ഇത് ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ ഓൾറെഡി തന്നെ മൈക്രോസോഫ്റ്റ് തരുന്ന വാല്യൂസാണ് ഈ 5ഉം 2ഉം എന്നുള്ളത്. ഈ 5ഉം 2ഉം ആയിരിക്കും ആദ്യമായിട്ട് ഇൻസേർട്ട് ടേബിൾ കൊടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫോൾട്ട് വാല്യൂ എന്താണ്? 5 കോളംസും 2 റോസും. ഇതുകൂടാതെ തൊട്ട് താഴെ എക്സൽ സ്പ്രെഡ്ഷീറ്റ് കാണുന്നില്ലേ? എക്സൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റേഷനകത്ത് ഒരു സ്പ്രെഡ്ഷീറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതായത് ഈ കാണുന്ന സ്ക്രീനിനകത്ത് മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് ഏറ്റവും പുറത്ത് കാണുന്നുണ്ട്. അതിനുള്ളിൽ കാണുന്നത് എക്സലിൻ്റെ വിൻഡോ ആണ്. എക്സലിൻ്റെ ഹോം ടാബും ഇൻസേർട്ട് ടാബും പേജ് ലേഔട്ടും ഒക്കെയാണ് ഇതിനകത്ത് കാണുന്നത്. അതായത് ഈ ഷീറ്റിനെ നമ്മൾ എക്സൽ ഷീറ്റ് പോലെ തന്നെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ പവർ പോയിന്റിനകത്തേക്ക് എക്സലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് കാണുന്നത് എവിടെയാണ്? ടേബിൾ മെനുവിനകത്ത്. ടേബിൾ എന്ന ഗ്രൂപ്പിനകത്താണ് ഇൻസേർട്ട് എക്സൽ സ്പ്രെഡ്ഷീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഇനിയുള്ള അടുത്ത ഓപ്ഷൻ പിക്ചറാണ്. ഇലസ്ട്രേഷൻ ഗ്രൂപ്പിലെ ആദ്യത്തെ കമ്പോണൻ്റാണ് പിക്ചർ എന്ന് പറയുന്നത്. പിക്ചർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോയാണ് കിട്ടുന്നത്. ഈ വിൻഡോയാണ് സ്ക്രീനിൽ കാണുന്നത്. ഈ വിൻഡോയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ബ്രൗസ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ പുതിയൊരു വിൻഡോയാണ് ഇൻസേർട്ട് പിക്ചർ ഡയലോഗ് ബോക്സിനകത്ത് കിട്ടുന്നത്. ഇനിയുള്ളത് ക്ലിപ്പാർട്ട് ഓപ്ഷനാണ്. ക്ലിപ്പാർട്ടിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഡ്രോയിങ്സ്, പിക്ചേഴ്സ്, ഫോട്ടോഗ്രാഫ്സ്, അത് കഴിഞ്ഞിട്ട് മീഡിയ അല്ലെങ്കിൽ ഓഡിയോ, ഇതെല്ലാം തന്നെ ക്ലിപ്പാർട്ടിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഇതിനകത്ത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ക്ലിപ്പാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോയാണോ വരുന്നത്? അല്ല, പകരം വലതുവശത്ത് ഒരു ടാസ്ക് പെയിനാണ് വരുന്നത്. ക്ലിപ്പാർട്ട് എന്ന ഒരു ടാസ്ക് പെയിൻ വരും. ഇതിനകത്തുനിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഓഡിയോയാണോ വീഡിയോയാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇത്രയുമാണ് ക്ലിപ്പാർട്ടിനെ പറ്റി ഇവിടെ പഠിക്കാനുള്ളത്. അടുത്ത ഓപ്ഷൻ ഫോട്ടോ ആൽബമാണ്. ഫോട്ടോ ആൽബം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വിൻഡോ വരും. ഈ വിൻഡോയിൽ നമുക്ക് കുറേയധികം പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാം. ഫോട്ടോ ആൽബം എന്ന് പറഞ്ഞാൽ പിക്ചർ വെച്ചിട്ട് ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കുക. അതിനാവശ്യമായ പിക്ചേഴ്സ് സെലക്ട് ചെയ്യാനാണ് ഫോട്ടോ ആൽബം യൂസ് ചെയ്യുന്നത്. ഇനിയുള്ളത് ഷേപ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഷേപ്സ് ഓപ്ഷനകത്ത് ഓൾറെഡി ബിൽറ്റിൻ ആയിട്ട് മൈക്രോസോഫ്റ്റിനകത്ത് തന്നെ തന്നിരിക്കുന്ന കുറേയധികം ഷേപ്സ് ഉണ്ട്. ഈ ഷേപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ പഠിക്കേണ്ടത് ഷേപ്സിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്? ലൈൻസ് ഉണ്ട്, റെക്റ്റാങ്കിൾസ് ഉണ്ട്, ബേസിക് ഷേപ്സ് ഉണ്ട്, ബ്ലോക്ക് ആരോസ്, ഇക്വേഷൻ ഷേപ്സ്, ദെൻ ഫ്ലോ ചാർട്ട്, ദെൻ സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ്, കോൾ ഔട്ട്, ആക്ഷൻ ബട്ടൺസ്, ഇതെല്ലാം തന്നെ ഷേപ്പിന് എക്സാമ്പിളാണ്. ഇതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെയും ഷേപ്സ് എന്ന ഓപ്ഷൻ കൂടി ഉണ്ട് ഇലസ്ട്രേഷൻ ഗ്രൂപ്പിനകത്ത്.
ഇനിയുള്ളത് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് ആണ്. സ്മാർട്ട് ആർട്ടിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ എത്ര സ്മാർട്ട് ആർട്ട് ഉണ്ട് എന്നുള്ളത് പഠിക്കുക. ലിസ്റ്റ്, പ്രോസസ്, സൈക്കിൾ, ഹയറാർക്കി, റിലേഷൻഷിപ്പ്, മെട്രിക്സ്, പിരമിഡ്, ഇങ്ങനെ 7 ടൈപ്പ് സ്മാർട്ട് ആർട്ടാണുള്ളത്. ഒന്നുകൂടി പറയാം. ലിസ്റ്റ് ഉണ്ട്. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന രീതിയിൽ മുകളിലും താഴെയുമായിട്ട് നമ്മുടെ ഫ്ലോ ചാർട്ടൊക്കെ വരയ്ക്കത്തില്ലേ, അതുപോലിരിക്കുന്ന രീതിയിൽ ലിസ്റ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. അടുത്തത് പ്രോസസ്സ് ആണെങ്കിൽ ഒരു ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് കിട്ടുന്നത് വരെയുള്ള ഓരോരോ ബ്ലോക്കിനെ കാണിക്കുന്നത് പ്രോസസ്സ് എന്ന സ്മാർട്ട് ആർട്ട്. അടുത്തത് സൈക്കിളാണ്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തുന്ന രീതിയിൽ ഒരു സർക്കുലർ ഷേപ്പിൽ വരയ്ക്കുന്നത് സൈക്കിൾ. പിന്നീടുള്ളത് ഹയറാർക്കി. ഹയറാർക്കി എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നും താഴേക്ക് ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ, അതായത് നമ്മുടെ ഒരു ഓഫീസിനകത്ത് സീനിയർ മാനേജർ ഉണ്ടാവും, പിന്നീട് അയാളുടെ താഴെ കുറേ മാനേജേഴ്സ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടുള്ളത് ടീം ലീഡേഴ്സ് ഉണ്ടാവും. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് പല ലെവലിൽ കൊടുക്കാം. ഈ ലെവലിൽ കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് ഹയറാർക്കി. ഇനി ഏതെങ്കിലും ഒരു ലെവൽ തമ്മിൽ റിലേഷൻസ് കാണിക്കണം എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന സ്മാർട്ട് ആർട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് മെട്രിക്സ് രൂപത്തിൽ 2x2 മെട്രിക്സ് അല്ലെങ്കിൽ 3x3 മെട്രിക്സ് രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്നതിനെ പറയുന്ന പേര് മെട്രിക്സ് ആണ്. അത് കഴിഞ്ഞിട്ട് പിരമിഡ്. പിരമിഡിൻ്റെ ആകൃതിയിൽ തന്നെ നമുക്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കാം. ഇങ്ങനെ 7 രീതിയിലുള്ള സ്മാർട്ട് ആർട്ട് ഉണ്ടെന്ന് പഠിക്കുക. ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ, ഹയറാർക്കി, മെട്രിക്സ്, പിരമിഡ് ആർ എക്സാമ്പിൾസ് ഓഫ്. ഓപ്ഷനകത്ത് ക്ലിപ്പ് ആർട്ട് ഉണ്ടാവും, സ്മാർട്ട് ആർട്ട് ഉണ്ടാവും, വേർഡ് ആർട്ട് ഉണ്ടാവും, അങ്ങനെ പല രീതിയിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഓപ്ഷൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിക്കുക. 7 രീതിയിലുള്ള സ്മാർട്ട് ആർട്ട് ഉണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പഠിക്കുക. സ്മാർട്ട് ആർട്ട് 7 ആണെന്ന് പഠിച്ചെങ്കിലും ഓരോന്നിനകത്തും സെപ്പറേറ്റ് ഒരുപാട് വേരിയേഷൻസ് നമുക്ക് കിട്ടും. അതായത് ലിസ്റ്റ് ടൈപ്പ് കുറേയധികം ഗ്രാഫിക്സ് കിട്ടും, സൈക്കിൾ ടൈപ്പ് കുറേയധികം ഗ്രാഫിക്സ് കിട്ടും. ഇതിനെല്ലാം കൂടി ചേർത്ത് ടോട്ടൽ 115 സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് ഇതിനകത്ത് ഉണ്ട്. 115 വേർഡ് ആർട്ട് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് ആണുള്ളത്. അതേപോലെ തന്നെ 7 ടൈപ്പ് സ്മാർട്ട് ആർട്ട് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ച് പഠിക്കാം. ഇനിയുള്ളത് ചാർട്ടാണ്. ഇൻസേർട്ട് ചാർട്ട് എന്ന ഓപ്ഷനും ഏത് ടാബിനകത്താണ്? ഇൻസേർട്ട് ടാബിനകത്താണ് കാണുന്നത്. ചാർട്ടുകളിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എക്സലിനകത്ത് കുറേയധികം ചാർട്ടുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ചാർട്ടിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു 2-3 ടൈപ്പ് ചാർട്ടുകളുടെ പേര് തന്നിട്ട് ഇത് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഓപ്ഷനകത്ത് സ്മാർട്ട് ആർട്ട്, ക്ലിപ്പ് ആർട്ട്, ഇങ്ങനെ നേരത്തെ നമ്മൾ സ്മാർട്ട് ആർട്ട് പഠിച്ചില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെയും പഠിക്കേണ്ടത്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഫെമിലിയർ ആയിട്ടുണ്ടായിരിക്കും ഏതൊക്കെ ടൈപ്പ് ചാർട്ടാണുള്ളത്. ആദ്യമായി പഠിക്കേണ്ടത് കോളം ചാർട്ട്, പിന്നീട് ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, ബാർ ചാർട്ട്, ഏരിയ, XY ചാർട്ട് ഈസ് അതർവൈസ് കോൾഡ് സ്കാറ്റർ ചാർട്ട്, പിന്നീടുള്ളത് സ്റ്റോക്ക് ചാർട്ട്, സർഫസ്, ഡോനറ്റ്, ബബിൾ, റഡാർ. ഇത്രയും ടൈപ്പ് ചാർട്ടുകളാണുള്ളത്. ക്വസ്റ്റ്യനകത്ത് ഡോനറ്റ്, റഡാർ റെപ്രസെൻറ്റ്സ്. താഴെ ആൻസർ എന്തായിരിക്കും? ചാർട്ടിനെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ടിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് ഓരോന്നും എന്താണെന്ന് പവർ പോയിൻറ്റിനകത്തും വേർഡിനകത്തും പഠിക്കാനില്ല. പക്ഷേ എക്സലിനകത്ത് നമുക്ക് ചാർട്ടിനകത്ത് ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം നമുക്ക്. കാരണം കുറേയധികം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അത് നന്നായി പഠിച്ച് മനസ്സിലാക്കുക. ഇതിൻ്റെ ബാക്കി പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു, മനസ്സിലാകുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസത്തെയും പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബെൽ ഐക്കണുണ്ട് സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് തന്നെ. ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് കിട്ടും. അതേപോലെ തന്നെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുണ്ട്. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. പുതിയ പുതിയ ക്ലാസ്സസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും അതിനകത്തായിരിക്കും തരുന്നത്. അതുപോലെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും കമൻസോ സജഷൻസോ ഇംപ്രൂവ്മെൻറ്റിനുള്ള എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ബോക്സിനകത്ത് എഴുതി വയ്ക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്